അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും റാഹത്തും സന്തോഷവുമാണെന്ന് കരുതുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അള്ളാഹു എല്ലാവർക്കും വലിയ ബർക്കത്തും നിഅമത്തും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് നമ്മുടെ ബന്ധം, നമ്മുടെ ആത്മാർത്ഥമായുള്ള സ്നേഹബന്ധം അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട ജന്നാത്തുൻ നഈമിൽ വരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടാൻ ഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട നല്ലൊരു മാസമാണ്, നല്ല ദിവസമാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. ഏതായാലും ഈ സമയത്ത് വളരെയധികം ക്ഷീണവും അതുപോലെ തന്നെ രാവിലത്തെ മഞ്ഞ്, രാത്രി തണുപ്പ്, ഒരു കാലാവസ്ഥൻ്റെ വലിയൊരു നമ്മോട് സഹകരിക്കാത്ത ഒരു കാലാവസ്ഥൻ്റെ ഒരു മുമ്പിലാണ് നാം എല്ലാവരും. എവിടെ നോക്കിയാലും ആർക്കും സുഖമില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. ജലദോഷം, പനി, മൂക്കടപ്പ് ഇതൊക്കെയാണ് എല്ലാവർക്കും. കുടുംബത്തിൽ എവിടെ വിളിച്ചാലും എല്ലാവരും ഹോസ്പിറ്റലിൽ, അതുപോലെ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ തന്നെ 4-5 ദിവസമായിട്ട് ഉണ്ണിയപ്പം കച്ചവടത്തിന് പോയിട്ടില്ല, ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ട്. അള്ളാഹു ആജിലായ ഷിഫ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് പെട്ടെന്നുള്ള മരണം. ഇപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ് മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാം. അതുപോലെ എവിടെ നോക്കിയാലും പെട്ടെന്നുള്ള മരണത്തിൻ്റെ വിഷയമാണ്, വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇന്നലെ ട്രെയിനിൽ നിന്നൊരു കുട്ടി വീണ് മരിക്കുകയുണ്ടായി. നമ്മുടെ ഭാഗത്തുള്ളൊരു കുട്ടിയാണ്. ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ വാക്കും എല്ലാവരും പറയുന്ന ഒരു വാക്ക്, വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായി ഡ്രൈവ് ചെയ്യണം. അഥവാ നമ്മുടെ പിന്നിൽ നമുക്കൊരു കുടുംബമുണ്ട് എന്ന ഒരു ബോധത്തോടു കൂടെ തന്നെ ഡ്രൈവ് ചെയ്യണം. ഇനി അഥവാ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഉറക്കം വരികയാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ഒരല്പം വിശ്രമിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഇത് വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ പോലത്തെ ചെറുപ്പക്കാരും നമ്മുടെ സമുദായവും ഇതര സമുദായവും ഒക്കെ ആക്സിഡൻറ്റിൽ പെട്ടുപോകുന്നത്. കാരണം മിനിഞ്ഞാന്ന് തന്നെ 4 കുട്ടികൾ മരിച്ചൊരു സംഭവമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നിങ്ങളെ ആരും ഉപദേശിക്കാൻ അർഹനല്ലെങ്കിലും വളരെയധികം വണ്ടി ഓട്ടുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യുന്നത്, അത് ടേണിലായാൽ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ വലിയൊരു ഹരമാണത്. ഫാസ്റ്റ് ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത്. അപ്പോൾ അതൊക്കെ ഒരു പരമാവധി നാം ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഏതായാലും മരണം നമ്മെ മാടി വിളിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു ചുറ്റുപാടാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, യാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഇദാ അസ്ബഹത, നിങ്ങൾ സുബഹിൻ്റെ വക്തിലായാൽ, നിങ്ങൾ പ്രഭാതത്തിലായാൽ, ഫലാ തന്തദിറുൽ മസാഹ്, നിങ്ങൾ വൈകുന്നേരത്തിനെ പ്രതീക്ഷിക്കരുത് കേട്ടോ. വൈദാ അംസൈത, നിങ്ങൾ വൈകുന്നേരത്തിലായാൽ, ഫലാ തന്തദിർ സബാഹ്, നിങ്ങൾ സുബഹിയാകുമെന്ന് പ്രതീക്ഷിക്കണ്ട എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു താല പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, അപകട മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബക്കാരെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ട മക്കളുടെ രക്ഷിതാക്കൾക്കൊക്കെ അള്ളാഹു ക്ഷമയും സബൂറും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ മഹദ് ഫضل കൊണ്ട് ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഉണ്ണിയപ്പം വാങ്ങി സഹകരിക്കുന്നവരും മറ്റുമായി സഹകരിക്കുന്ന ഒരുപാട് സഹായിച്ചു കൊണ്ടേയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് സഹകരിച്ച മുഴുവൻ ആൾക്കാരെയും നീ സഹകരിക്കണേ അള്ളാഹ്, സഹകരിക്കണേ അള്ളാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷവും ഏറ്റിക്കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ, നിൻ്റെ മഹദ് ഫضل കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, നിൻ്റെ ഔദാര്യവും ബഹുമാനവും കൊണ്ട് അള്ളാഹ്
ഞങ്ങളെല്ലാവരെയും ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. പെട്ടെന്നുള്ള അപകടം, ആക്സിഡൻറ്റ്, അറ്റാക്ക് പോലെയുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട, ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ സഹായിച്ച, സഹകരിച്ച എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അപകടത്തിൽ നിന്ന് കാക്കണം റഹ്മാനെ. വിദേശ നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നിൻ്റെ കാവൽ നൽകണം റഹ്മാനെ. അള്ളാഹുവെ, നിൻ്റെ മഹലും ഫضലും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ നിൻ്റെ കാവൽ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. നമ്മളെ ആരൊക്കെ സഹായിച്ച് സഹകരിച്ച് ഏതൊക്കെ ഭാഗത്തിൽ ഏതൊക്കെ നാട്ടിൽ, അല്ലാ നീ അവരെ അറിയുന്നവരാണ്. അവരൊക്കെ നീ സഹായിക്കണേ അല്ലാ, നീ സഹകരിക്കണേ അല്ലാ. നീ പരിപൂർണമായി അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർ പോകുന്ന വഴികളൊക്കെ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുആ വസിയത്തോടെ